മദ്യ ഉപഭോഗത്തിൽ കേരളം ഒന്നാമതാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. എന്നാൽ ഒരു ശരാശരി മലയാളിയുടെ കുടുംബ ചെലവിൽ മദ്യത്തിനും പുകയിലയ്ക്കുമായുള്ള പണം ചെലവഴിക്കൽ വളരെ കുറവാണെന്ന് സർവേ റിപ്പോർട്ട്. 2022-23 ഗാർഹിക ഉപഭോഗ ചെലവ് സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സർവേ പ്രകാരം കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ മൊത്തം കുടുംബ ചെലവിന്റെ 1.88% മാത്രമാണ് മദ്യത്തിനും പുകവലിക്കുമായി ചെലവഴിക്കുന്നത്. ഇനി നഗരപ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ കുടുംബ ചെലവിന്റെ 1.37% മാത്രമാണ് ഇതിനായി ചെലവിടുന്നത്. അതേസമയം ദേശീയ ശരാശരി ഗ്രാമീണ മേഖലയിൽ യഥാക്രമം 3.70%, നഗരങ്ങളിൽ 2.41%. മദ്യ ഉപഭോഗത്തിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ പിന്നിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതായത് രാജ്യത്ത് ലഹരി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറവ് പണം ചെലവഴിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇനി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലയിൽ ലഹരിക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ആൻഡമാൻ നിക്കോബാറും നഗരപ്രദേശങ്ങളിൽ അരുണാചൽ പ്രദേശുമാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങൾക്കായി ഏറ്റവും കുറവ് ചെലവഴിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഗോവയും നഗരപ്രദേശങ്ങളിൽ മഹാരാഷ്ട്രയുമാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതേസമയം 2011-2012 വർഷത്തിൽ നടന്ന സർവേയിൽ മദ്യത്തിനും പുകയിലയ്ക്കും വേണ്ടിയുള്ള മലയാളികളുടെ മൊത്തം ചെലവ് ഗ്രാമപ്രദേശങ്ങളിൽ 2.68%, നഗരപ്രദേശങ്ങളിൽ 1.87%. രണ്ട് സർവേ റിപ്പോർട്ടുകളും താരതമ്യം ചെയ്താൽ കേരളത്തിലെ ആളുകളുടെ മദ്യ ഉപഭോഗത്തിൽ ഗണ്യമായ മാറ്റങ്ങളാണ് പ്രകടമായിരിക്കുന്നത്. കൂടാതെ ആളുകൾ ഭക്ഷ്യവസ്തുക്കൾക്കായി ചെലവഴിക്കുന്ന വിഹിതത്തിലും കുറവ് വന്നിട്ടുണ്ട്. 2012 42.99% ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ 39.10% കുറഞ്ഞു. ഇത് നഗരപ്രദേശങ്ങളിൽ 36.97% നിന്ന് 36.01% താഴ്ന്നു. ഭക്ഷ്യവസ്തുക്കളിൽ ധാന്യങ്ങൾക്കായുള്ള ചെലവ് വിഹിതം ഗ്രാമപ്രദേശങ്ങളിൽ നേരത്തെ 5.38% ഇത് 2.96% കുറഞ്ഞു. കൂടാതെ നഗരങ്ങളിൽ ഇത് 4.57% നിന്ന് 2.52% കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ പാലിന്റെ വിഹിതം കൂടിയിട്ടുണ്ടെങ്കിലും പച്ചക്കറി, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കുന്ന വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഗതാഗതത്തിനായി ചെലവഴിക്കുന്ന വിഹിതം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. 2012 ഇത് 6.09% 2023 11.52% ഉയർന്നു. നഗരപ്രദേശങ്ങളിൽ ഇതിൽ 7.11% നിന്ന് 10.61% വർധനയും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ആശുപത്രി ചെലവിന്റെ വിഹിതത്തിലും കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.